നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 105 ഗ്രാം MDMA-യും ആഡംബര ബൈക്കുകളുമായി 2 യുവാക്കൾ ചാവക്കാട് എക്സൈസിന്റെ പിടിയിലായി. അറസ്റ്റിലായത് കോഴിക്കോട് ബാലുശ്ശേരി കോറോത്ത് വയൽ വീട്ടിൽ അമൽ ജിഹാദ്, തൃശൂർ തളിക്കുളം തമ്പാൻകടവ് നാലകത്ത് തിരുത്തിക്കാട്ടിൽ വീട്ടിൽ ആഷിഫ് എന്നിവർ. സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 65 വയസ്സുകാരന് ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു. പുന്നയൂർ എടക്കര ഉദയം തിരുത്തി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ട് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാടിന് നാളെ തുടക്കമാകും. കുതിരവേലയാഘോഷം ഫെബ്രുവരി 13, 14, 15, 16 തീയതികളിൽ. അസൌകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ. അധികൃതരുടെ അവഗണന നേരിടുന്ന കേന്ദ്രത്തിൽ ദുരിതം പേറി തൊഴിൽ ചെയ്യുന്നത് 17 വനിതകൾ. CCTV സ്പെഷ്യൽ സ്റ്റോറി. വാർത്തകൾ വിശദമായി. 105 ഗ്രാം MDMA-യും ആഡംബര ബൈക്കുകളുമായി 2 യുവാക്കൾ ചാവക്കാട് എക്സൈസിന്റെ പിടിയിലായി. കോഴിക്കോട് ബാലുശ്ശേരി കോറോത്ത് വയൽ വീട്ടിൽ അമർ ജിഹാദ്, തൃശൂർ തളിക്കുളം തമ്പാൻകടവ് നാലകത്ത് തിരുത്തിക്കാട്ടിൽ വീട്ടിൽ ആഷിഫ് എന്നിവരെയാണ് ചാവക്കാട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ഗുരുവായൂർ മേഖലകളിൽ യുവാക്കൾക്കിടയിലും സ്കൂൾ കുട്ടികൾക്കിടയിലും രാസലഹരിയുടെ അതിപ്രസരം ഉണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് പ്രദേശം എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ആഡംബര ബൈക്കായ KTM ഡ്യൂക്കിൽ 5 ഗ്രാം MDMA-യുമായി ചാവക്കാട് ടൌണിൽ നിന്നാണ് അമർ ജിഹാദിനെ പിടികൂടുന്നത്. ഇയാളിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ ഗുരുവായൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആഷിഫ് പിടിയിലായി. ഇയാളിൽ നിന്ന് 100 ഗ്രാം MDMA കണ്ടെടുത്തു. ഇയാളും ആഡംബര ബൈക്കാണ് ഉപയോഗിച്ചിരുന്നത്. പോലീസിനെയും എക്സൈസിനെയും വെട്ടിച്ച് രക്ഷപ്പെടാനാണ് ഇത്തരം ബൈക്കുകൾ ഉപയോഗിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പിടിയിലായവർ ബൈക്കുകളിൽ ബാംഗ്ലൂർ വരെ പോയിരുന്നതായും ഉദ്യോഗസ്ഥർ കണ്ടെത്തി. രാസലഹരി വിറ്റ് ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രതികളിൽ നിന്ന് പിടികൂടിയ ലഹരിമരുന്നിന് വിപണിയിൽ 4 ലക്ഷം രൂപ വില വരും. 20 വർഷം വരെ കഠിന തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് TV അനീഷ് കുമാർ, പ്രിവന്റീവ് ഓഫീസർ AB സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് TR സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ AN ബിജു, ശ്യാം, ഡ്രൈവർ അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. CCTV ന്യൂസ്, ഗുരുവായൂർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കരിദിനാചരണത്തിന്റെ ഭാഗമായി വിയ്യൂർ വൈദ്യുതി ബോർഡ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. COA തൃശൂർ ടൌൺ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രതിഷേധം നടത്തിയത്. മേഖലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഡേവിസിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാൻ കേരളത്തിലെ ചെറുകിട കേബിൾ TV ബ്രോഡ്ബാൻഡ് സംരംഭങ്ങളെ ഇല്ലാതാക്കാനുള്ള നിലപാടിൽ നിന്ന് വൈദ്യുതി ബോർഡ് പിന്മാറണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ നഗരസഭ 15-ാം വാർഡ് അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉദ്ഘാടനത്തിന് സ്വാഗത സംഘം രൂപീകരിച്ചു. നായർ സമാജം ഹാളിൽ നടന്ന സംഘാടക സമിതി രൂപീകരണ യോഗം നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ഷഫീർ, കൌൺസിലർമാരായ രേണുക ശങ്കർ, ജ്യോതി രവീന്ദ്രനാഥ്, ബിന്ദു പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു. കൌൺസിലർ രേണുക ശങ്കർ ചെയർപേഴ്സണായാണ് സംഘാടക സമിതി രൂപീകരിച്ചത്. 35 ലക്ഷം രൂപ ചിലവിട്ട് ഗുരുവായൂർ നഗരസഭയിൽ 2 അർബൻ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകളാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 2 സെന്ററുകളുടെയും ഉദ്ഘാടനം ഫെബ്രുവരി 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിക്കും. സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 65 വയസ്സുകാരന് ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷയും വിധിച്ചു. 9 വയസ്സുകാരിയായ വിദ്യാർത്ഥിനിയെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി പീഡിപ്പിച്ച സംഭവത്തിൽ പുന്നയൂർ എടക്കര ഉദയം തിരുത്തി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ട് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് S ലീഷ ശിക്ഷിച്ചത്. 2016-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പെൺകുട്ടി സ്കൂൾ വിട്ടുവരുന്ന വഴിക്ക് പ്രതിയുടെ വീട്ടിൽ വിളിച്ചുകയറ്റി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. മദ്രസയിൽ ഉസ്താദിന്റെ മതപഠന ക്ലാസ് കേൾക്കുന്നതിനിടെ പെൺകുട്ടി കരയുകയും വിവരം തിരക്കിയ കൂട്ടുകാരികളോട് സംഭവം പറയുകയുമായിരുന്നു. തുടർന്ന് കൂട്ടുകാർ സംഭവം വീട്ടിൽ അറിയിച്ചതോടെ കൂട്ടുകാരുടെ രക്ഷിതാക്കൾ കുട്ടിയുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് പലതവണ പീഡിപ്പിച്ച വിവരം അറിയുന്നത്. വടക്കേക്കാട് പോലീസ് ഇൻസ്പെക്ടറായ അമൃതരംഗന്റെ നിർദ്ദേശപ്രകാരം വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ വനിതാ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KG ബിന്ദു കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ കേസിന്റെ അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം തയ്യാറാക്കി കോടതിയിൽ സമർപ്പിച്ചു. കേസിന്റെ വിചാരണ വേളയിൽ 25 സാക്ഷികളെ വിസ്തരിക്കുകയും
നിരവധി രേഖകളും മറ്റ് തെളിവുകളും പരിശോധിച്ചാണ് വിധി പ്രസ്താവിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KS ബിനോയിയും പ്രോസിക്യൂഷനെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റുമാരായ അനുഷ, രഞ്ജിക K ചന്ദ്രൻ എന്നിവരും വടക്കേക്കാട് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവരും പ്രവർത്തിച്ചു. CCTV ന്യൂസ് കുന്നംകുളം. ഒരുമനയൂർ വില്യംസിൽ പടക്കം കത്തിച്ച് വീട്ടിലേക്ക് വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. ഒരുമനയൂർ കാക്കശ്ശേരി വീട്ടിൽ അശ്വിൻ ചാക്കോ, എടക്കളത്തൂർ വീട്ടിൽ ജീവൻ ജോസഫ് എന്നിവരാണ് അറസ്റ്റിലായത്. എടക്കളത്തൂർ വീട്ടിൽ കുര്യാക്കോസ് മകൻ ജോർജിന്റെ വീട്ടിലേക്കാണ് പടക്കം കത്തിച്ച് വലിച്ചെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്. CCTV നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ച് 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതികളെ കണ്ടെത്തി. ചാവക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വിപിൻ K വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ഫ്രാൻസിസ്, സിവിൽ പോലീസ് ഓഫീസർമാരായ രജനീഷ്, പ്രദീപ് എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത് സംഘത്തിലുണ്ടായിരുന്നു. യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതികൾക്ക് 7.5 വർഷം കഠിന തടവും 35,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. വാടാനപ്പള്ളി ബീച്ച് ഫസൽ നഗർ സ്വദേശി 28 വയസ്സുള്ള സൈമോനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിവിധ വകുപ്പുകളിലായി പ്രതികളെ ശിക്ഷിച്ചത്. വാടാനപ്പള്ളി സ്വദേശികളായ പടിയത്ത് വീട്ടിൽ 36 വയസ്സുള്ള ബിൻഷാദ്, അമ്പലത്ത് വീട്ടിൽ 23 വയസ്സുള്ള ഷിഹാബ്, കുന്തറ വീട്ടിൽ 25 വയസ്സുള്ള അനീഷ് എന്നിവരെയാണ് ശിക്ഷിച്ചത്. കഴിഞ്ഞ ഡിസംബർ 11-ന് വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്ന സൈമോനെ പ്രതികളായ അൽത്താഫ്, അനീഷ് എന്നിവർ ചേർന്ന് മത്സ്യബന്ധനത്തിന്റെ പേരിൽ വിളിച്ചുകൊണ്ടുപോവുകയും തുടർന്ന് ബിൻഷാദ് ഇരുമ്പ് പൈപ്പ് കൊണ്ട് സൈമോനെ തലയ്ക്കടിക്കുകയും ഷിഹാബ് കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. ഇതിനിടെ ഇവിടേക്കെത്തിയ ബൈക്ക് യാത്രികരെ കണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെട്ടു. ആക്രമണത്തിൽ സൈമോന് ഗുരുതര പരിക്കേറ്റിരുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ പരിക്കുപറ്റിയ സൈമോന്റെ മൊഴിയും സാഹചര്യ തെളിവുകളും പരിഗണിച്ചാണ് പ്രതികളെ ശിക്ഷിച്ചത്. ഒന്നാം പ്രതി ബിൻഷാദ് നിരവധി കേസുകളിൽ പ്രതിയായി ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയാണ്. 4ാം പ്രതി അൽത്താഫ് ഒളിവിലാണ്. വാടാനപ്പള്ളി സബ് ഇൻസ്പെക്ടറായിരുന്ന K വിവേക് നാരായണനാണ് പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ KR രജിത് കുമാർ ഹാജരായി. CCTV ന്യൂസ് ചാവക്കാട്. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ ഐസൊലേഷൻ വാർഡ് ഫെബ്രുവരി 6 വൈകിട്ട് 3:30-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമ്മേളനത്തിന്റെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. എനിക്ക് അക്ബർ MLA, TN പ്രതാപൻ MP എന്നിവരെ രക്ഷാധികാരികളായും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിതയെ ചെയർമാനുമായി തെരഞ്ഞെടുത്തു. കടപ്പുറം CHC സൂപ്രണ്ട് സുമതി ജയരാജ് കൺവീനറും ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ധനേഷ് ജോയിന്റ് കൺവീനറും പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ അംഗങ്ങളായും പ്രവർത്തിക്കും. കടപ്പുറം സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഗ്രീഷ്മ ഷിനോജ്, ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത്, DPM ഡോക്ടർ സജീവ് കുമാർ, P സജീവ്, ഡോക്ടർ മർസൂഖ്, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച് കാൽനട യാത്രക്കാരൻ ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരനായ കല്ലൂർ ഞമ്മനേങ്ങാട് സ്വദേശി റഹീസ്, കാൽനട യാത്രക്കാരൻ പുന്നേർകുളം പരൂർ സ്വദേശി ഉമ്മർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച വൈകിട്ട് ആൽത്തറ കുന്നത്തൂർ BSNL റോഡ് ജംഗ്ഷനിൽ വെച്ചായിരുന്നു അപകടമുണ്ടായത്. കുന്നത്തൂരിൽ നിന്ന് ആറ്റുപുറം ഭാഗത്തേക്ക് നടന്നു പോവുകയായിരുന്ന ഉമ്മറിന്റെ പുറകിൽ ഇതേ ദിശയിൽ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണ 2 പേർക്കും സാരമായി പരിക്കുണ്ട്. ഇവരെ കാരുണ്യം ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു കോട്ടൂൽ നായാടി കോളനി സന്ദർശിച്ചു. കോളനിയുടെ പരാധീനതകൾ പരിശോധിക്കാനായിരുന്നു സന്ദർശനം. റോഡ് നിർമ്മാണത്തിന് പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടെന്നും മറ്റു കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി വേണ്ട പരിഹാരങ്ങൾ കാണുമെന്നും അദ്ദേഹം പറഞ്ഞു. കോളനിയിലെ വീടുകളിൽ പലതും അതീവ ശോചനീയാവസ്ഥയിലാണ്. മഴ തുടങ്ങിയാൽ ചോർച്ച മൂലം വീടിനുള്ളിൽ ഭക്ഷണം പാകം ചെയ്യാനോ ഉറങ്ങാനോ കഴിയാത്ത അവസ്ഥയിലാണെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. 2007-2008 കാലഘട്ടത്തിലാണ് കോളനിയിലെ വീടുകൾ നിർമ്മിച്ചത്. 2 കോളനികളിലായി 24 വീടുകളാണുള്ളത്. ചോർച്ചയ്ക്ക് താൽക്കാലിക ശമനം കാണാൻ അധികൃതർ ടാർപോളിൻ ഷീറ്റ് വിതരണം ചെയ്യുകയാണ് പതിവ്. കോളനിയിലെ അന്തേവാസികളിൽ ഭൂരിപക്ഷവും പാരമ്പര്യ തൊഴിലുകൾ ചെയ്ത് ഉപജീവനം നയിക്കുന്നവരാണ്. റേഷൻ കാർഡുകൾ അനുവദിച്ചതിലെ അപാകത മൂലം സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട സൗജന്യ ആനുകൂല്യങ്ങൾ പലർക്കും ലഭിച്ചിട്ടില്ല. പണിത് ഈ കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി സൗകര്യമൊരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത്തരമൊരു അവസ്ഥയിൽ ഇവരുടെ വീടുകളിലെല്ലാം പുതുക്കി പണിത് അത് പട്ടികജാതി വികസന വകുപ്പോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പോ വഴി ഇവർക്ക് വാസയോഗ്യമായിട്ടുള്ള വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിവേഗതയിൽ തുടരേണ്ടതുണ്ട്.
അത് നടപ്പാക്കുന്നതിന് വേണ്ടി കമ്മീഷൻ എന്നുള്ള നിലയിൽ ദ്രുതവേഗതയിലുള്ള നടപടികൾ സ്വീകരിക്കും. AY വിഭാഗത്തിൽപ്പെട്ട മഞ്ഞ കാർഡിനു പകരം നീല കാർഡുകളാണ് പലർക്കും ലഭിച്ചിരിക്കുന്നത്. ആധാർ ബന്ധിപ്പിക്കാത്തതിനാൽ ചിലർക്ക് റേഷൻ പോലും നിഷേധിച്ചിട്ടുണ്ട്. താഴത്തെ കോളനിയിലേക്ക് റോഡ് സൗകര്യവുമില്ല. മഴക്കാലമായാൽ മുട്ടോളം വെള്ളത്തിലാണ് നടക്കേണ്ട സാഹചര്യമാണ്. കുഴൽക്കിണർ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിച്ചിട്ടില്ല. മഴക്കാലത്ത് പോലും കുടിവെള്ളം ലഭിക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ പോകേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. കാരണം ഇതിന് മുന്നിൽ ഓടണത് ഞങ്ങളാണേ. ഞങ്ങളുടെ വീട് കൂടി പൊളിച്ച് പണിതാരൻ്റെ ആരും വരുന്നില്ല, 1 രൂപ തരില്ല. ഈ ചേലക്കര എത്ര രൂപ കൊടുക്കണം ഓട്ടോറിക്ഷയ്ക്ക്? പിന്നെ അത് വിളിച്ചു പോകാനായിട്ട് ഞങ്ങൾ 7 ആൾ ആദ്യം പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളൊന്നും എഴുതി കൊണ്ടുപോകാണ്ട പോയത്. അപ്പോൾ ആ സാറ് പറഞ്ഞു അടുത്ത 2 ആഴ്ച കഴിഞ്ഞിട്ട് വായോ പറഞ്ഞിട്ടൊരു ഡേറ്റ് വന്നപ്പോൾ അതിന് വീണ്ടും പോയി. എന്നിട്ട് പിന്നെ ഞങ്ങൾ മന്ത്രിയുടെ ചുറ്റൂരിന്ന് സംസാരിച്ച്, പിന്നെ ജില്ലയിലെ ഓഫീസറായിട്ട് പട്ടികജാതി ഓഫീസറായിട്ട് സംസാരിച്ച് എല്ലാവരോടും സംസാരിച്ചപ്പോൾ പഞ്ചായത്തിലേക്ക് അതിൻ്റെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ പൊളിച്ച് പണിയാണ്ട് ബാക്കിയുള്ള ഞങ്ങളുടെ ഈ 5 വീട് ഈ പഠന റൂം കിട്ടിയിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവരെ പൊളിക്കും പറഞ്ഞപ്പോൾ അത് ഞാൻ സമ്മതിക്കും. പഞ്ചായത്തും ജനപ്രതിനിധികളും ഇടപെട്ട് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് കോളനിയിലെ ജനങ്ങൾ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ, സെക്രട്ടറി KA ഉല്ലാസ്കുമാർ, വാർഡംഗം KS നിഷ എന്നിവരും TK വാസുവിനോടൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ് പെരുമ്പിലാവ്. ചാലിശ്ശേരി കപ്പൂരിൽ ഉറങ്ങാൻ കിടന്ന യുവാവ് മരിച്ചു. പത്തായപ്പുരയ്ക്കൽ 26 വയസ്സുള്ള ഷെഫീഖാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന ഷെഫീഖ് ബുധനാഴ്ച പുലർച്ചെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അബോധാവസ്ഥയിലായ യുവാവിനെ ബന്ധുക്കൾ ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. 1 മാസം മുമ്പാണ് ഷെഫീഖ് വിവാഹിതനായത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. സഫീറ ഭാര്യയാണ്. സംസ്ഥാന 50-50 ലോട്ടറി 1ാം സമ്മാനമായ 1 കോടി രൂപ പാഴിയോട്ടുമുറി സ്വദേശിക്ക്. കുളങ്ങര വറീതുണ്ണി മകൻ ഫ്രാൻസിസിനാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനായ ഫ്രാൻസിസ് എരുമ്പപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷനിലുള്ള വൈരം ലോട്ടറി ഏജൻസിയിൽ നിന്നാണ് ലോട്ടറി എടുത്തത്. നവകേരള യാത്രയിൽ നൽകിയ നിവേദനത്തെ തുടർന്ന് വേലൂർ സ്വദേശിനിയുടെ പരാതിക്ക് പരിഹാരമായി. സ്ഥിരം കഴിക്കേണ്ട മരുന്ന് മെഡിക്കൽ കോളേജിൽ വഴി ഇനി ലഭ്യമാകും. വേലൂർ സ്വദേശിനി സുസ്മിതയാണ് നവകേരള യാത്രയിൽ പരാതി നൽകിയത്. അടിക്കടിയുണ്ടാകുന്ന അസുഖം മൂലം ദിനംപ്രതി കഴിക്കേണ്ട ഒരു മരുന്നിന് ബുദ്ധിമുട്ടിലായപ്പോഴാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. ഭാരിച്ച ചിലവ് വരുന്ന മരുന്നുകൾ നിത്യവൃത്തിക്ക് പോലും കഴിവില്ലാത്ത കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. വേലൂർ പഞ്ചായത്ത് അംഗം ബിന്ദു ശർമ്മയുടെ നിർദ്ദേശപ്രകാരമാണ് നവകേരള സദസ്സിൽ പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ നിന്ന് നേരിട്ട് വിളിച്ച് മരുന്ന് നൽകുകയായിരുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭിയും വാർഡ് മെമ്പർ ബിന്ദു ശർമ്മയും വസുമതിയെ സന്ദർശിച്ചു. വടക്കേക്കാട് ആഞ്ഞിലക്കടവ് തെക്കുഭാഗം 150ഓളം ഏക്കർ പാടശേഖരങ്ങളിൽ കൃഷിക്കാവശ്യമായ വെള്ളമില്ല. കപ്ലിയങ്ങാട് പാലക്കുഴിപ്പടവ് കമ്മിറ്റിക്ക് കീഴിൽ കൃഷിയിറക്കിയ കർഷകർ ദുരിതത്തിൽ. നടിയിൽ കഴിഞ്ഞ് 25 ദിവസം പ്രായമായ ഞാറുകളുള്ള പാടശേഖരങ്ങളിലാണ് വെള്ളം കിട്ടാതെ കർഷകർ ദുരിതത്തിൽ കഴിയുന്നത്. പാടശേഖരങ്ങളിൽ വെള്ളം കിട്ടാതെ വിണ്ടുകീറിയ അവസ്ഥയാണുള്ളത്. 100 അടിത്തോട്ടിലും മാഞ്ചിറ വരെ ഉപത്തോടുകളിലും സമൃദ്ധിയായി വെള്ളമുണ്ടെങ്കിലും അശാസ്ത്രീയമായ പമ്പിംഗ് രീതിയാണ് ഈ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം കിട്ടാതെ കർഷകർ പ്രയാസം നേരിടുന്നതിന് കാരണം. പരൂർ പടവ് കമ്മിറ്റിക്കാണ് പമ്പിംഗ് ചുമതല. ഏറ്റവും കൂടുതൽ പമ്പിംഗ് ചാർജ് പരൂർ പടവ് കമ്മിറ്റിക്ക് നൽകുന്നതും കപ്ലിയങ്ങാട് പാലക്കുഴി പടവ് കമ്മിറ്റിയാണ്. 1 ഏക്കറിന് 2200 രൂപയാണ് പമ്പിംഗ് ചാർജായി കർഷകർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാഞ്ചിറയിൽ സബ്മേഴ്സിബിൾ പമ്പ് സ്ഥാപിച്ച് പമ്പിംഗ് പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ആഞ്ഞിലിക്കടവ് ഭാഗങ്ങളിലേക്ക് വെള്ളമടിക്കുന്നത്. പാലത്തിങ്ങൽ ഭാഗത്ത് ആദ്യം 10 HP മോട്ടോർ വെച്ചിരുന്നത് തികയാതെ വരികയും കർഷകരുടെ സമ്മർദ്ദത്തെ തുടർന്ന് വീണ്ടും 10 HP മോട്ടോർ വെച്ചിട്ടും തോട്ടിൽ കഴക്കൊപ്പം വെള്ളമെത്തിയില്ല. പല കർഷകരും കൂടുതൽ മോട്ടോർ സ്വന്തം ചെലവിൽ വെച്ച് തോട്ടിൽ നിന്ന് വെള്ളം പാടത്തേക്ക് അടിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. മോട്ടോർ മോഷ്ടാക്കളുടെ ശല്യം കാരണം അതിനും കഴിയാത്ത അവസ്ഥയാണുള്ളത്. അധികൃതർ ഇടപെട്ട് എത്രയും പെട്ടെന്ന് വറ്റിവരണ്ടു കിടക്കുന്ന പാടശേഖരങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായി ആവശ്യമായ നടപടിയെടുത്തില്ലെങ്കിൽ നിലവിൽ വെള്ളം കിട്ടാതെ 100ഓളം ഏക്കർ പാടശേഖരങ്ങളിലെ ഞാറുകൾ ഉണങ്ങുകയും ഇവിടങ്ങളിൽ കൃഷിയിറക്കിയ കർഷകർ വലിയ ദുരിതങ്ങൾ നേരിടേണ്ടി വരുമെന്നും കപ്ലിയങ്ങാട് താഴം പാലക്കുഴി പടവ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ വിവേക് പറഞ്ഞു. 25 ദിവസമായിട്ടും ഇതിൽ തുള്ളി വെള്ളം കിട്ടാത്തൊരവസ്ഥയാണ്. തോട്ടിലാണെങ്കിൽ വെള്ളമില്ല, മോട്ടറാണെങ്കിൽ 2 മോട്ടോർ വർക്ക് ചെയ്യുന്നു, ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈന്റ് ഉള്ളതാണ്. ഇതിന് ഇവിടുത്തെ ഈ കമ്മിറ്റിയും അതേപോലെ തന്നെ ഇവിടുത്തെ കമ്മിറ്റി ഇടപെട്ടിട്ടാണ് 2 ദിവസം മോട്ടോർ വർക്ക് ചെയ്തത്. എന്നിട്ട് ഈ പാടത്തിന്റെ ഇതെല്ലാം കൃഷിയെല്ലാം നഷ്ടപ്പെട്ട് പോകുന്നൊരവസ്ഥയ്ക്കാണ് നിൽക്കുന്നത്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. CCTV ന്യൂസ് പുന്നേർകുളം.
ഗുരുവായൂർ മർച്ചന്റ്സ് അസോസിയേഷൻ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ശനിയാഴ്ച സാംസ്കാരിക സംഗമം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 3-ന് രുക്മണി റീജൻസിയിൽ സാഹിത്യകാരൻ എം മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിക്കും. മാതൃഭൂമി മുൻ അസോസിയേറ്റ് എഡിറ്റർ MP സുരേന്ദ്രൻ അധ്യക്ഷനാകും. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ ഗുരുവന്ദനം നടത്തി ആദരിക്കും. റഫീഖ് അഹമ്മദ്, ആലങ്കോട് ലീലാകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി റഹ്മാൻ തിരുനെല്ലൂരിന്റെ പൂരാഗന്ധം എന്ന നോവലിന്റെ പ്രകാശനവും നടക്കും. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി, റഹ്മാൻ തിരുനെല്ലൂർ, മാധവൻകുട്ടി കോങ്ങാശ്ശേരി, മനോജ് V മേനോൻ, TC ആന്റണി, ടെസ്സി ഷൈജോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ നഗരസഭയിൽ സോളാർ സബ്സിഡിക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 2 മണി വരെ നഗരസഭാ ഓഫീസിൽ നടക്കും. ബാറ്ററി ഇല്ലാതെ പ്രവർത്തിക്കുന്ന സോളാർ ഓൺ-ഗ്രിഡ് സബ്സിഡിക്ക് അപേക്ഷിക്കാം. രാത്രിയും പകലും AC ഉൾപ്പെടെയുള്ള എല്ലാ ഉപകരണങ്ങളും സൗജന്യമായി ഉപയോഗിച്ച് വൈദ്യുതി ബില്ല് ഒഴിവാക്കാൻ ഇതുവഴി സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 70 25 67 25 08 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാവക്കാട് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് കൌൺസിലിലേക്ക് അഡ്വക്കേറ്റ് TS അജിത്തിനെ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തു. മുഖ്യമന്ത്രി ചെയർമാനായ അഡ്വക്കേറ്റ് MK ദാമോദരൻ ഇന്റർനാഷണൽ സെന്റർ ഫോർ എക്സലൻസ് ഇൻ ലോയിലെ ഭരണസമിതിയിലും ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ 20 വർഷമായി കേരള ബാർ കൌൺസിൽ അംഗവും നിലവിൽ ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ കോപ്റ്റഡ് മെമ്പറുമാണ്. ഗോവയിലെ ഇന്റർനാഷണൽ ലോ യൂണിവേഴ്സിറ്റി ആൻഡ് റിസർച്ച് എഡ്യൂക്കേഷൻ ട്രസ്റ്റി കൂടിയാണ് അജിത്. കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം കമ്മിറ്റിയുടെ കൺവെൻഷനും പുതിയ പ്രസിഡന്റിന്റെ ചുമതലയേൽക്കലും നടന്നു. കേച്ചേരി സിറ്റി സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് MM ഷംസുദ്ദീൻ അധ്യക്ഷനായി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, DCC സെക്രട്ടറി PK രാജൻ, പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, മുൻ പ്രസിഡന്റ് AT സ്റ്റീഫൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ P മാധവൻ, ആൻഡോ പോൾ, AM ജമാൽ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MA ഹാറൂൺ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റംല മജീദ്, കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് CT ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് നിയുക്ത മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ ചടങ്ങിൽ ചുമതലയേറ്റു. പാർട്ടി നേതാക്കളും ജനപ്രതിനിധികളും പ്രവർത്തകരും പ്രസിഡന്റായി ചുമതലയേറ്റ RM ബഷീറിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. CCTV ന്യൂസ് കേച്ചേരി. പഴഞ്ഞി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി സാംസൺ പുലിക്കോട്ടിൽ, വൈസ് പ്രസിഡന്റായി VK മുഹമ്മദ് എന്നിവരെ തെരഞ്ഞെടുത്തു. മിനി ബാബു, M ഉദയശങ്കർ, KJ വിൽസൺ, CG ടൈറ്റസ്, സജു K ഡേവിഡ്, NR മോനുട്ടി, PB സുബ്രഹ്മണ്യൻ, ജേസൺ ചീരൻ, PK ജിഷാർ, മൂളി തമ്പി, സുനിത ചന്ദ്രൻ തുടങ്ങിയവരാണ് ഭരണസമിതി അംഗങ്ങൾ. തെരഞ്ഞെടുപ്പിന് റിട്ടേണിംഗ് ഓഫീസർ ജിൻസി ജോസ് മേൽനോട്ടം വഹിച്ചു. തുടർന്ന് ചേർന്ന അനുമോദന സമ്മേളനം കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം സംഘടനാ ചുമതല വഹിക്കുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ, നിയുക്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, ഭാരവാഹികളായ VV സാംസൺ, ശശിധരൻ കണ്ടംപുള്ളി, ജനാർദ്ദനൻ അതിയാരത്ത്, KK ഇക്ബാൽ തുടങ്ങിയവർ സംസാരിച്ചു. മികച്ച രീതിയിൽ ഡിജിറ്റൽ ക്ലാസ് എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കാലിഡോസ്കോപ്പ് നൽകുന്ന ബെസ്റ്റ് ചൈൽഡ് അവാർഡ് കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി അദ്വൈതിന് ലഭിച്ചു. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഡിജിറ്റൽ ക്ലാസ് മത്സരത്തിൽ നിന്നാണ് അവാർഡിന് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത്. LP UP വിഭാഗങ്ങളിൽ നിന്ന് 2 പേർ വീതവും ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് 5 പേരുമാണ് ഇത്തവണ സംസ്ഥാനതല അവാർഡിന് അർഹരായത്. മോഹനന്റെയും ശുഭയുടെയും മകനാണ് അദ്വൈത്. കർഷക തൊഴിലാളി യൂണിയൻ നേതാവും കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന PN സുഗുദേവന്റെ ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. CPIM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി മറ്റം ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പ്രഭാതപേരി മുഴക്കി പതാക ഉയർത്തി. മറ്റം സെന്ററിൽ നടന്ന അനുസ്മരണ യോഗം ജില്ലാ കമ്മിറ്റി അംഗം KF ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. C അംബികേശൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി ദിലീപ് പൈനിത്തടം, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ KJ ബിജു, റൻസൻ ഇമ്മട്ടി, AK സതീശൻ, EV മജ്നു, കബീർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി 3-ാം തീയതി വൈകിട്ട് 5 മണിക്ക് പ്രകടനവും അനുസ്മരണ പൊതുയോഗവും സംഘടിപ്പിക്കും. വേലൂർ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി അർഹരായവർക്ക് പോത്തിൻകുട്ടി വിതരണം ചെയ്തു. വേലൂർ വെറ്റിനറി ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം ബിന്ദു ശർമ്മ അധ്യക്ഷയായി. വെറ്റിനറി സർജൻ ഡോക്ടർ സ്വാതികാർഷ്ണ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗം PN അനിൽ, അസിസ്റ്റന്റ് ഫീൽഡ് ഓഫീസർ PK രാജീവ്, ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ PK ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ഘട്ടത്തിലായി 23 പോത്തിൻകുട്ടികളെയാണ് വിതരണം ചെയ്തത്.
കുനമുച്ചി സത്സംഗിന്റെ 2024 കർമ്മശ്രേഷ്ഠ പുരസ്കാരം തോമസ് പാവർട്ടിക്ക് സമ്മാനിച്ചു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ സജീവമായ ഇടപെടലിനാണ് അവാർഡ്. പാവർട്ടി സാഹിത്യദീപിക സംസ്കൃത കോളേജ് സ്ഥാപകൻ പി.ടി. കുര്യാക്കോസ് മാസ്റ്റർക്ക് വേണ്ടി സംസ്കൃത സംരക്ഷണ സമിതിക്ക് രൂപം കൊടുക്കുകയും പി.ടി. കുര്യാക്കോസ് മാസ്റ്റർ സ്മൃതി ഭവൻ പാവർട്ടിയിൽ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതും സ്വാതന്ത്ര്യസമര സേനാനി വി.എ. കേശവൻ നായരുടെ സ്മരണ നിലനിർത്തുന്നതിനായി നടത്തുന്ന സാഹിത്യ സമ്മേളനങ്ങളും അവാർഡ് ദാനവും കോവിലന്റെ ഛായാചിത്രം സാഹിത്യ അക്കാദമിയിൽ സ്ഥാപിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച സമരരീതികളും തുടങ്ങി നിരവധി സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങളും ഇടപെടലുകളും കണക്കിലെടുത്താണ് തോമസ് പാവർട്ടിയെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. സത്സംഗ് ചെയർമാൻ മേജർ പി.ജെ. സ്റ്റൈജു തോമസ് പാവർട്ടിയെ പൊന്നാടയണിയിച്ച് ആദരിച്ച് പുരസ്കാരം സമ്മാനിച്ചു. മുൻ സ്റ്റേറ്റ് അഡീഷണൽ ഫിനാൻസ് സെക്രട്ടറി ഷെല്ലി പോൾ അനുമോദന പ്രസംഗം നടത്തി. സ്മിത ബിനു, സി.ഡി. ടോണി, സോണി ആന്റണി, സനീഷ് കുമാർ, കൺവീനർ ജോമി ജോൺസൺ എന്നിവർ സംസാരിച്ചു. തോമസ് പാവർട്ടി മറുപടി പ്രസംഗം നടത്തി. തൃശൂരിലെ ടോമിയാസ് പരസ്യ ഏജൻസി ചീഫ് എക്സിക്യൂട്ടീവും മികച്ച കർഷകനുമാണ് അവാർഡ് ജേതാവായ തോമസ് പാവർട്ടി. കെ.എസ്. സുദർശൻ IPS, ടി.എൽ. ഔസേബ്, ഡോക്ടർ അശോക് വർമ്മ, ഉസ്താദ് അഹമ്മദ് ഇബ്രാഹിം, ഫാദർ വർഗീസ് പാലത്തിങ്കൽ എന്നിവരാണ് മുൻ വർഷങ്ങളിൽ സത്സംഗിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത്. CCTV ന്യൂസ്, കേച്ചേരി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA മൾട്ടിമീഡിയ ഫസ്റ്റ് റാങ്ക് നേടി മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് അധ്യാപിക ഭാഗ്യ. കുന്നംകുളം തെക്കേപ്പുറം പാക്കത്ത് പ്രദീപ് സ്മിനിത ദമ്പതികളുടെ മകളാണ്. നിലവിൽ മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിലെ മൾട്ടിമീഡിയ ഡിപ്പാർട്ട്മെന്റ് അധ്യാപിക കൂടിയാണ് ഭാഗ്യ. സംസ്ഥാന കാർഷിക വികസന ക്ഷേമ വകുപ്പിന്റെ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി ചൊവ്വന്നൂർ ബ്ലോക്കിലെയും കുന്നംകുളം നഗരസഭയിലെയും കർഷകർക്കായി സംഘടിപ്പിച്ചിട്ടുള്ള ദ്വിദിന കിസാൻ മേളയിൽ ജൈവ കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ K.E. ഉഷ സെമിനാർ നയിച്ചു. നഗരസഭ ടൗൺ ഹാളിലാണ് കിസാൻ മേള നടക്കുന്നത്. സെമിനാറിന് ശേഷം കുട്ടി കർഷകർക്കായുള്ള ക്വിസ് മത്സരവും ക്ലാസും ഉണ്ടായി. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ഫെബ്രുവരി 1 ആരംഭിക്കും. 13, 14, 15, 16 തീയതികളിലായാണ് കുതിരവേല ആഘോഷിക്കുന്നത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ഫെബ്രുവരി 1 ആരംഭിക്കും. 13, 14, 15, 16 തീയതികളിലാണ് കുതിരവേല ആഘോഷിക്കുക. കുംഭമാസത്തിലെ അശ്വതി, ഭരണി, കാർത്തിക നാളുകളിലാണ് ഭരണിവേല ആഘോഷിക്കുന്നത്. അശ്വതി ഭരണി നാളിൽ വിവിധ ദേശകുതിരകളും ഉത്സവ കുതിരകളും ക്ഷേത്രത്തിലെത്തും. ഭരണിനാളിൽ തന്നെ പ്രസിദ്ധമായ അരിപ്പറയും അരിപ്പറമേളവും നടക്കും. ഫെബ്രുവരി 1 ആരംഭിക്കുന്ന പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുക. കുട്ടഞ്ചേരി, നെല്ലുവായ്, എരുമപ്പെട്ടി, കരിയന്നൂർ, തോന്നല്ലൂർ, പാത്രമംഗലം, കിരാലൂർ, കാരൂർ, മുണ്ടത്തിക്കോട്, കുട്ടംകുളം, വേലൂർ, പുലിയന്നൂർ, ആദൂർ, എയ്യാൽ, ചെമ്മംതിട്ട, തണ്ടിലം, കുറുവന്നൂർ, കുറുമാൽ, തലക്കോട്ടുകര, വെള്ളാറ്റഞ്ഞൂർ, തയ്യൂർ, പഴവൂർ, വെങ്ങിലശ്ശേരി തുടങ്ങിയ ദേശങ്ങളിലാണ് പറയെടുക്കുക. 15-ന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്കുശേഷം പറയെടുപ്പ് സമാപിക്കും. ഭരണിവേലയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറമേളവും നടക്കും. 14-ന് അശ്വതിവേല മുതൽ കുതിരകൾ ക്ഷേത്രത്തിലെത്തും. വേലൂർ തിരിക്കുതിര, കുട്ടിക്കുതിര, വേലൂർ വെങ്ങിലിശ്ശേരി ദേശം അയ്യപ്പൻകാവ് കുട്ടിക്കുതിര എന്നിവയാണ് അശ്വതിവേലയിൽ ക്ഷേത്രത്തിലെത്തുക. ഭരണിവേലയിൽ തയ്യൂർ, തണ്ടിലം, RMS നഗർ, വേലൂർ തെക്കുമുറി വാഞ്ചു നഗർ, ഹഷ്മി കുതിര സമുദായം, ഐമു നഗർ, എരുമപ്പെട്ടി, പഞ്ചമി നഗർ, കാഞ്ഞിരാൽ, മൈത്രി നഗർ, പാത്രമംഗലം, പഴവൂർ, കുറുമൽ, ശാന്തി നഗർ, വർഷങ്ങളായി മുടങ്ങിയ വെള്ളാറ്റഞ്ഞൂർ ദേശകുതിര തുടങ്ങിയ കുതിരകൾ ഭരണിവേല കീഴടക്കും. കാർത്തികവേലയിൽ മേളത്തിന്റെ അകമ്പടിയോടെ കുതിരകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി തുടങ്ങിയവർ കാർമ്മികരാകും. ആഘോഷങ്ങൾക്ക് ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ തെക്കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടിൽ, ജനറൽ കൺവീനർ മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, വേലൂർ. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമമേലധ്യക്ഷൻ മോറോൻ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയർക്കീസ് ബാവ ഫെബ്രുവരി 2-ന് പെങ്ങാമുക്ക് പള്ളിയിൽ സന്ദർശനം നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 മണിക്ക് ബാവ പള്ളിയിലെത്തും. തൃശൂർ ഭദ്രാസന മെത്രാപ്പോലിത്ത ഡോക്ടർ ക്ലീമിസ് കുര്യാക്കോസും മലങ്കര മെത്രാപ്പോലിത്ത മോർ ഗ്രിഗോറിയോസ് ജോസഫും ചേർന്ന് പാത്രിയർക്കീസ് ബാവയെ പള്ളിയിലേക്ക് സ്വീകരിക്കും. തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും ശ്ലൈഹിക വാഴ്ത്തും നടത്തും. സഭയിലെ മെത്രാപ്പോലിത്തമാർ, സഭാ ഭാരവാഹികൾ, രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക നേതാക്കൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. വാദ്യമേള ആഘോഷങ്ങളോട് കൂടിയുള്ള സ്വീകരണമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും ഭാരവാഹികളായ പള്ളി വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി, സെക്രട്ടറി രാജീവ് P. ഡേവിഡ്, കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പ്രതീഷ് P. വർഗീസ്, ഷൈസൻ J. പാറയ്ക്കൽ എന്നിവർ അറിയിച്ചു. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുകയാണ് കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ.
അധികൃതരുടെ അവഗണന നേരിടുന്ന കേന്ദ്രത്തിൽ 17 വനിതകളാണ് ദുരിതം പേറി തൊഴിൽ ചെയ്യുന്നത്. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന് കീഴിലുള്ള വെള്ളറക്കട നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം കടങ്ങോട് പഞ്ചായത്തിലെ 7ാം വാർഡിലാണ് പ്രവർത്തിക്കുന്നത്. 1983 KS നാരായണൻ നമ്പൂതിരി MLA യാണ് വനിതകൾക്ക് തൊഴിൽ നൽകുന്നതിനായി നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രം നിർമ്മിച്ചത്. കുറച്ചുകാലം പ്രവർത്തിച്ച കേന്ദ്രം പിന്നീട് അടച്ചുപൂട്ടി. 2007 വീണ്ടും ഖാദി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് നാശോന്മുഖമായ കെട്ടിടത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത സാഹചര്യമാണ്. ഞങ്ങൾക്ക് ഈ നിലങ്ങൾ നന്നാക്കി തരണം. ആകെ പൊട്ടി പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മെഷീൻ്റെ സാധനങ്ങളാണ് വെച്ചെങ്കിൽ ഒക്കെ നാശമായിട്ടായിരിക്കും. പാഴ്സൽ കിട്ടാല്ല എന്ന് പറയണത്. പുതിയ മെഷീനിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറേ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ശരിയായിട്ടില്ല. മെഷീൻ തിരിക്കാൻ നല്ല ഭാരം കാരണം ഞങ്ങൾക്ക് നൂല് കിട്ടുന്നത് തന്നെ ഇല്ല. പിന്നെ ലൈറ്റും ഫാനും ഒക്കെ ചൂടെടുത്തിട്ട് ഇരിക്കാൻ ഇതിൻ്റെ ഉള്ളിൽ പറ്റണില്ല. ഞങ്ങളിങ്ങോട്ട് കയറണമെങ്കിൽ ബീറിൻ്റെ കുപ്പിയും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ ഇട്ടിട്ട് അതൊക്കെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. കെട്ടിടത്തിന്റെ നിലം പൊട്ടിപ്പൊളിഞ്ഞ് മണ്ണ് പൊന്തിക്കിടക്കുകയാണ്. മേൽക്കൂരയുടെ ഷീറ്റുകൾ തകർന്ന് നിലം പൊത്താറായ അവസ്ഥയിലാണ്. അസഹ്യമായ ചൂടാണ് കേന്ദ്രത്തിനകത്ത് അനുഭവപ്പെടുന്നത്. ചുറ്റുമതിലില്ലാത്തതിനാൽ കേന്ദ്രം രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ്. കിണർ മലിനപ്പെട്ട് കിടക്കുന്നതിനാൽ കുടിവെള്ളത്തിനും പ്രയാസം നേരിടുന്നുണ്ട്. വേനലിൽ കിണർ വറ്റി വരളുന്നതിനാൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. അപ്പം നെയ്ത്ത് ഇപ്പം തറയിടുന്നോടൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് ആകെ ഇതായിട്ടിരിക്കുന്നത്. പിന്നെ അടിച്ചു വരിയാലും ആകെ മൊത്തം പൊടി തന്നെയാണ്. എല്ലാവർക്കും പൊടിയുടെ അലർജിയും പ്രശ്നങ്ങളും കാര്യമായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ വെള്ളം മെയിനായിട്ട് വേണം. ജനുവരി ആകുമ്പോഴേക്കന്നെ ഞങ്ങൾക്ക് കിണറ്റിലെ വെള്ളമൊക്കെ പറ്റും. വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൈത്തറികളും നൂൽപ്പ് യന്ത്രങ്ങളും കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യവുമുണ്ട്. തകരാറിലായ പല യന്ത്രങ്ങളും ആയാസകരമായാണ് തൊഴിലാളികൾ കൈകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്. കുടുംബം പുലർത്തുവാൻ തുച്ഛമായ വേതനത്തിലാണ് ഈ വീട്ടമ്മമാർ ഇവിടെ തൊഴിൽ ചെയ്യുന്നത്. നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതിനിധികളും തയ്യാറാകണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജിന്റെ 60ാം വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ സിസ്റ്റർ ലിറ്റിൽ മേരി അധ്യക്ഷയായിരുന്നു. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് സയൻസ് ടെക്നോളജി റിസർച്ച് പാർക്ക് ചെയർമാൻ ഡോക്ടർ സാബു K. തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ്, ഇക്കണോമിക്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ J. ബിൻസി, കോട്ടപ്പടി സെന്റ് ലാസർ ചർച്ച് വികാരി ഫാദർ ജോയ് കൊള്ളനൂർ, വാർഡ് കൌൺസിലർ പ്രൊഫസർ PK ശാന്തകുമാരി തുടങ്ങിയവർ സംസാരിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ C. വത്സ, വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ C. വിനീത ജോർജ്, കെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ ജെസി ആൻഡോ തേറാട്ടിൽ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത്. സാക്ഷരതയുടെ സമ്പൂർണ്ണതയുള്ള സ്റ്റേറ്റാണ് കേരളം. അതിനും ഗുജറാത്തിൽ പോയാൽ കാണാൻ പറ്റൂല പിതാവേ, ബീഹാറിൽ പോയാൽ കാണാൻ പറ്റൂല. ഡൽഹി വേണമെങ്കിൽ മെട്രോപൊളിറ്റൻ സിറ്റിയായ ഡൽഹിയിൽ മെട്രോപൊളിറ്റൻ ഏരിയയിൽ കാണാൻ പറ്റിയെന്ന് വരും. ഡൽഹിയിലെ പ്രാന്ത പ്രദേശത്തേക്ക് പോയാൽ നമ്മൾ ഞെട്ടിപ്പോകും. കേരളം ഇന്ന് കാണുന്ന ഈ മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിലും ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് റോൾ മോഡലായ സ്ഥലമാണ് കേരളം എന്ന കാര്യം ആഹ്ലാദത്തോടുകൂടി എടുത്തു പറയുന്നത്. കുന്നംകുളം വിദ്യാഭ്യാസ ഉപജില്ലയിലെ സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതി സംബന്ധിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് നടന്നു. ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിച്ചു. ചൂണ്ടൽ പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. പഞ്ചായത്ത് അംഗം നാൻസി ആന്റണി, കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A. മൊയ്തീൻ, ന്യൂൺ ഫീഡിംഗ് ജില്ലാ സൂപ്പർവൈസർ CR ഗംഗാദത്ത്, സ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ്, കുന്നംകുളം ഉപജില്ലാ ന്യൂൺ മീൽസ് ഓഫീസർ P. ജോഷി ജെയിംസ്, കില സോഷ്യൽ ഓഡിറ്റ് ഫെസിലിറ്റേറ്റർമാരായ ജെന്നി ജോസഫ്, ശോഭ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. കേച്ചേരി ഗവൺമെന്റ് LP, ആലത്തൂർ ES, കുന്നംകുളം BCLP, എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂൾ, കുന്നംകുളം MJD, എരുമപ്പെട്ടി ഗവൺമെന്റ് LP, ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ സോഷ്യൽ ഓഡിറ്റാണ് നടന്നത്. സ്കൂൾ പ്രതിനിധികൾ പങ്കെടുത്ത ചർച്ചയ്ക്ക് ജില്ലാ ന്യൂൺ ഫീഡിംഗ് സൂപ്പർവൈസർ CR ഗംഗാദത്ത് മറുപടി നൽകി. സ്കൂൾ പ്രധാന അധ്യാപകർ, ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ സോഷ്യൽ ഓഡിറ്റിൽ സംബന്ധിച്ചു. CCTV ന്യൂസ്, കേച്ചേരി.
പുന്നേർകുളം പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേല മഹോത്സവം ആഘോഷിച്ചു. ഉത്സവ ദിവസം രാവിലെ വിശേഷൽ പൂജകളായ ഗണപതി ഹോമം, ഉഷപൂജ, ഉച്ചപൂജ എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രാദേശിക എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ച് വൈകിട്ട് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പോടെ വേലക്കയറ്റവും ഉണ്ടായി. കരിങ്കാളി, തെയ്യം, തിറ, പ്രാചീന കലാരൂപങ്ങൾ, കാവടി എന്നിവ എഴുന്നള്ളിപ്പിന് മാറ്റേകി. ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും വിവിധ ഉത്സവാഘോഷ കമ്മിറ്റികളും നേതൃത്വം നൽകി. മെഡിക്കൽ യൂണിവേഴ്സിറ്റി ടൗൺ ലയൺസ് ക്ലബ്ബ് തൃശൂർ മെഡിക്കൽ കോളേജിൽ നിർമ്മിച്ചു നൽകിയ ഉദ്യാന പാർക്കിന്റെ ഉദ്ഘാടനം ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരൻ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ബി ഷീല അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് എ സുരേന്ദ്രൻ, സുധി പന്തക്കൽ, അവണൂർ പഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ, RC സോന ബാബു, യുജിൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ പഞ്ചായത്ത് താഴത്തങ്ങാടിയിൽ നിർമ്മിച്ച കാനയുടെ ഉദ്ഘാടനം നടന്നു. 2023-24 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ 22 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാന നിർമ്മിച്ചത്. മൊയ്തീൻ പള്ളി ബീച്ച്, വൈക്കം മുഹമ്മദ് ബഷീർ ഗ്രന്ഥശാല പരിസരത്തെ താഴത്തങ്ങാടിയിൽ നിർമ്മിച്ച കാന ഭാസ്കരൻ പീടിക പരിസരത്ത് പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് സുഹ്ര ബക്കർ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA വിശ്വനാഥൻ മാസ്റ്റർ, വാർഡ് മെമ്പർ സുബൈദ പുളിക്കൽ, ആസൂത്രണ സമിതി അംഗം വി സമീർ, സംഘാടക സമിതി ഭാരവാഹികളായ PM ഷിഹാബ്, TS സജീഷ് എന്നിവർ സംസാരിച്ചു. കാന യാഥാർത്ഥ്യമായതോടെ പ്രദേശത്തെ വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരമാകും. ഗുരുവായൂർ NRI അസോസിയേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അഭിലാഷ് വി ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി സുമേഷ് കൊളാടി, ട്രഷറർ ജമാലുദ്ദീൻ മരട്ടുകട്ടിലിനെയുമാണ് തെരഞ്ഞെടുത്തത്. M അബ്ദുൾ അസീസ് പനങ്ങായിൽ വൈസ് പ്രസിഡന്റും K പ്രേമരാജൻ ജോയിന്റ് സെക്രട്ടറിയും K മോഹനകൃഷ്ണൻ ഓഡിറ്ററുമാണ്. കേച്ചേരി ഗ്രാമീണ വായനശാലയിൽ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹം നൂറ്റാണ്ട് പിന്നിടുമ്പോൾ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സംവാദ സദസ്സിൽ വായനശാല പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. ജിസൺ ചുണ്ടൽ വിഷയാവതരണം നടത്തി. കേച്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് I വേണുഗോപാൽ, വായനശാല സെക്രട്ടറി PR ജയൻ, പ്രോഗ്രാം കൺവീനർ KJ റഫീഖ് എന്നിവർ സംസാരിച്ചു. കേച്ചേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിമാസ പരിപാടിയുടെ ഭാഗമായാണ് സംവാദ സദസ്സ് സംഘടിപ്പിച്ചത്. കണ്ടാടശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കുഷ്ഠരോഗ നിവാരണം ബോധവൽക്കരണ പക്ഷാചരണത്തിന് തുടക്കമായി. സ്പർശ് എന്ന പേരിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി കൂനമ്മൂച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ CC മനോജ് ചന്ദ്രൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. സ്കൂൾ അധ്യാപിക ഫെമി MC പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ NA ബാലചന്ദ്രൻ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷക്കീല ഷമീർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രമാ ബാബു, രാജി വേണു, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിമിത തരകൻ, സ്കൂൾ പ്രധാനാധ്യാപിക ബീന, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KR പ്രേംരാജ്, ബിഞ്ചു C ജേക്കബ് എന്നിവർ സംസാരിച്ചു. ആശാപ്രവർത്തകർ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ ബോധവൽക്കരണ പരിപാടിയിൽ സംബന്ധിച്ചു. കുഷ്ഠരോഗ ബോധവൽക്കരണ പക്ഷാചരണത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ബോധവൽക്കരണ പരിശോധന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത KP അറിയിച്ചു. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ സഹകരണത്തോടെ പഴഞ്ഞി പബ്ലിക് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം സംഘടിപ്പിക്കുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പും ക്യാൻസർ ബോധവൽക്കരണ ക്ലാസും ഫെബ്രുവരി 4 ഞായറാഴ്ച നടക്കും. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ 10:30 മുതൽ 1 മണി വരെയാണ് ക്യാമ്പ്. ക്യാമ്പിൽ സൗജന്യ ക്യാൻസർ രോഗ സാധ്യതാ നിർണയ പരിശോധന, ബ്ലഡ് പ്രഷർ, പ്രമേഹം, BMI പരിശോധന, പ്രമേഹം മൂലം നാഡീഞരമ്പുകൾക്ക് സംഭവിക്കുന്ന അസുഖങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള പരിശോധന, മരുന്ന് വിതരണം എന്നിവയുണ്ടാകും. വിവിധ ആരോഗ്യ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സൗജന്യ സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമാകും. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 94 46 36 68 54 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. പുതുശ്ശേരി നേറ്റിവിറ്റി ഓഫ് അവർ ലേഡി ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് തുടക്കമായി. ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായാണ് ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 6:15 ഇടവക വികാരി ഫാദർ റോജോ എലവത്തിങ്കൽ കാർമ്മികനായി ലതീഞ്ഞ്, നൊവേന, ദിവ്യബലി എന്നിവ നടന്നു. തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളുടെ എഴുന്നള്ളിപ്പും അമ്പകിരീടം എന്നിവ ആശീർവദിച്ച കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് കൈമാറി. രാത്രി 10:35 മുതൽ 11 മണി വരെയുള്ള സമയങ്ങളിൽ യൂണിറ്റുകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. തിരുനാൾ ദിവസമായ ബുധനാഴ്ച രാവിലെ 7-ന് ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടന്നു. ചൂണ്ടൽ ഇടവക വികാരി ഫാദർ സനോജ് അറങ്ങാശ്ശേരി മുഖ്യ കാർമ്മികനായി. തണ്ടിലം ഇടവക വികാരി ഫാദർ ജിൻഡോ ചൂണ്ടൽ തിരുനാൾ സന്ദേശം നൽകി. ഇടവകാംഗവും എളനാട് വികാരിയുമായ ഫാദർ ജിൻഡോ കുറ്റിക്കാട്ട് സഹകാർമ്മികനായി.
വൈകിട്ട് 5:30 വാദ്യമേളങ്ങളുടെയും വർണ്ണക്കുടകളുടെയും അകമ്പടിയോടെ വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ അണിനിരന്ന ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടന്നു. തിരുനാൾ ആഘോഷങ്ങൾക്ക് വികാരി റോജോ എലുവത്തിങ്കൽ, കൈക്കാരന്മാരായ വിൻസെന്റ് കാക്കശ്ശേരി, ജോൺസൺ ചിറ്റിലപ്പള്ളി, ജോർജ് കുറ്റിക്കാട്ട്, ജനറൽ കൺവീനർ പോൾ തെക്കേക്കര എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്ര നഗരിയിലെ പത്രപ്രവർത്തന രംഗത്ത് 4 പതിറ്റാണ്ട് പിന്നിട്ട് ജനു ഗുരുവായൂരിനെ പൌരാവലി ആദരിച്ചു. സമാദരണ സദസ്സിൽ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിച്ചു. പബ്ലിക് റിലേഷൻ ഡയറക്ടർ PV മിനി ഉദ്ഘാടനം ചെയ്തു. കഥകളി ആചാര്യൻ കലാമണ്ഡലം ഗോപി, കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി, മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ എന്നിവർ ചേർന്ന് ഉപഹാര സമർപ്പണം നടത്തി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. TN പ്രതാപൻ MP, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെ ഗുരുവന്ദനം നടത്തി. നഗരസഭാ ഉപാധ്യക്ഷ അനീഷ്മ ഷനോജ്, മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, KV അബ്ദുൾ ഖാദർ, MP സുരേന്ദ്രൻ, ഉണ്ണി K വാര്യർ, MK കൃഷ്ണകുമാർ, R ജയകുമാർ, VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർകുളത്ത് കോൺഗ്രസിൽ മഞ്ഞുരുകുന്നു. വിമത സ്വഭാവത്തിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം പിരിച്ചുവിടുന്നതോടെ പ്രവർത്തകർ മാതൃസംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കും. ചൊവ്വാഴ്ച വൈകിട്ട് ചേർന്ന ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. കൺവീനർ റാഫി മാലിക്കുളത്തിന്റെ അധ്യക്ഷതയിൽ ഹസൻ തളികശ്ശേരി ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നൂർകുളം മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായി PP ബാബുവിനെ തീരുമാനിച്ചതോടെ തങ്ങൾ ഉന്നയിച്ച ആവശ്യം പാർട്ടി നേതൃത്വം അംഗീകരിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം എന്ന സംഘടന പിരിച്ചുവിടാനും തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കൂട്ടായ്മയിൽപ്പെട്ട സജീവ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന പ്രവർത്തകർക്ക് അർഹമായ പരിഗണന നൽകാനും പാർട്ടി തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് ഐക്യകണ്ഠേന പ്രമേയം അവതരിപ്പിച്ച് യോഗം അംഗീകരിക്കുകയും ചെയ്തു. കൺവീനർ റാഫി മാലിക്കുളം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലിയാഖത്ത് പയ്യൂരയിൽ സ്വാഗതവും ഷെഫീഖ് ചമ്മന്നൂർ നന്ദിയും പറഞ്ഞു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായിരുന്ന അലി കണ്ണത്തയിൽ, ബക്കർ തോട്ടേക്കാടൻ, ഷാഹിദ് കൊപ്പര, അഷ്കർ അറക്കൽ, MA ഷെരീഫ്, റഫീഖ് ചാലിൽ, ബാബു, അൻവർ അസൈനാരകത്ത്, കബീർ പൂക്കയിൽ എന്നിവർ സംസാരിച്ചു. തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാനും തീരുമാനിച്ചാണ് യോഗം അവസാനിപ്പിച്ചത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. കടങ്ങോട് സോക്കർ ലീഗ് സീസൺ 3യുമായി ബന്ധപ്പെട്ട് കളിക്കാരുടെ ലേലം കടങ്ങോട് പാറപ്പുറം വായനശാല ഹാളിൽ നടന്നു. പഞ്ചായത്തിലെ പ്രമുഖ 10 ടീമുകൾക്ക് വേണ്ടി 200ഓളം കളിക്കാരാണ് സോക്കർ ലീഗിലേക്ക് രജിസ്റ്റർ ചെയ്തത്. ജലീൽ കടങ്ങോട്, അബൂബക്കർ, ദീപക് കടങ്ങോട്, MP സിജോ, ബബിൻ, റസാഖ് എന്നിവർ ഓപ്ഷൻ നിയന്ത്രിച്ചു. ഫാസിൽ, റാസിഖ്, അർഷാദ് എന്നിവർ നേതൃത്വം നൽകി. സഞ്ചാരി കടങ്ങോട്, ഫുട്ബോൾ ഫാൻസ് മരത്തങ്കോട്, VFA വെള്ളറക്കാട്, ഗ്രാമ്യ കടങ്ങോട്, ഗംഗേഴ്സ് പന്നിത്തടം, സിതാര ചുരമനേങ്ങാട്, ടീം വെല്ലിക്ക പന്നിത്തടം, MCC പാഴിയോട്ടുമുറി, ഫേസ് ലുക്ക് കരിയന്നൂർ, CBC ചിറ്റിലങ്ങാട് എന്നീ ടീമുകളാണ് ഫെബ്രുവരി 18 മുതൽ വെള്ളറക്കാട് കടങ്ങോട് പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നടക്കുന്ന ലീഗ് ടൂർണമെന്റിൽ പങ്കെടുക്കുക. കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷറഫു പന്നിത്തടത്തിനെ KSU കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അനീസ് ചേമ്പ്രയൂർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം അക്ഷയ് വെള്ളറക്കാട്, കുന്നംകുളം നിയോജക മണ്ഡലം പ്രസിഡന്റ് കിസാഫ് കരിക്കാട്, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സാന്ത്വന പരിചരണം മനസ്സിന്റെ നന്മ എന്ന സന്ദേശമുണർത്തി ചാവക്കാട് നഗരസഭയുടെ സാന്ത്വന പദ്ധതിയുടെ ഭാഗമായി പരിശീലനം സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭയും താലൂക്ക് ആശുപത്രിയും സംയുക്തമായി നടത്തിയ പരിശീലനം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷാഹിന സലീം, മുഹമ്മദ് അൻവർ, PV പ്രസന്ന രണദിവെ, അബ്ദുൾ റഷീദ്, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാംകുമാർ എന്നിവർ സംസാരിച്ചു. ചാവക്കാട് നഗരസഭാ കൌൺസിലർമാർ, ആശാപ്രവർത്തകർ, വളണ്ടിയർമാർ എന്നിവർക്കായാണ് പരിശീലനം നടത്തിയത്. മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് M നേതാവുമായിരുന്ന KM മാണിയുടെ 91ാം ജന്മദിനം ആഘോഷിച്ചു. കേരള കോൺഗ്രസ് M വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യദിനം എന്ന പേരിൽ ബഡ് സ്കൂൾ വിദ്യാർത്ഥികൾക്കൊപ്പം നടന്ന ആഘോഷത്തിന്റെ ഉദ്ഘാടനം വരവൂർ മണ്ഡലം പ്രസിഡന്റ് KK ജേക്കബ് നിർവഹിച്ചു. ചേലക്കര നിയോജക മണ്ഡലം സെക്രട്ടറി AK ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ മണ്ഡലം പ്രസിഡന്റ് M ഗീതു, VA ധർമ്മൻ, MK ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പായസ വിതരണവും ഉണ്ടായിരുന്നു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ 76ാമത് രക്തസാക്ഷിത്വ ദിനം വിവിധയിടങ്ങളിൽ ആചരിച്ചു. വിശദാംശങ്ങളിലേക്ക്. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ആർത്താറ്റ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി രക്തസാക്ഷി ദിനം മതേതരത്വ ദിനമായി ആചരിച്ചു. വട്ടംപാടം സെന്ററിൽ നടന്ന പൊതുയോഗം ഗാന്ധിയനും ദൂരദർശൻ കേന്ദ്രം മുൻ ഡയറക്ടറുമായ ഡോക്ടർ CK തോമസ് ഉദ്ഘാടനം ചെയ്തു. KPGD നിയോജക മണ്ഡലം ചെയർമാൻ രാജേഷ് VM അധ്യക്ഷനായ യോഗത്തിൽ DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി.
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, KPGD ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ വിഘ്നേശ്വർ പ്രസാദ്, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് VV സാംസൺ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സത്യഭാമ C, ലിംസൺ എന്നിവർ സംസാരിച്ചു. CK സുരേഷ്, മജീദ്, AP ബെന്നി, TM വിജയൻ, പിയൂസ് പ്രസാദ് എന്നിവർ പങ്കെടുത്തു. KPGD യൂണിറ്റ് സെക്രട്ടറി സൈമൺ സ്വാഗതവും രാജൻ നന്ദിയും പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി സ്മൃതി സംഗമം നടത്തി. മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണെന്ന് ഇന്ത്യയുടെ മണ്ണിൽ എന്നും ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം യൂത്ത് കോൺഗ്രസ് ആണെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി നിഖിൽ കൃഷ്ണൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. നിയോജകമണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാർ റോഷിദ് ഓടാട്ട്, കിസാഫ് കരിക്കാട്, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു C ബേബി, ബാലചന്ദ്രൻ, ജാക്സൺ, മിഷ സെബാസ്റ്റ്യൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നിഷ ജയേഷ്, ഷഹീർ, കുഞ്ഞുമുഹമ്മദ്, വൈസ് പ്രസിഡന്റുമാരായ രേഷ്മ സതീഷ്, അഭിലാഷ്, ആതിര എന്നിവർ നേതൃത്വം നൽകി. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ UDF കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ മണികണ്ഠൻ അമ്പലപ്പാട്ട്, മണ്ഡലം പ്രസിഡന്റ് മുരളീധരൻ അമ്പലപ്പാട്ട്, K ഗോവിന്ദൻകുട്ടി, വിനോദിനി മങ്ങാട് എന്നിവർ പുഷ്പാർച്ചന നടത്തി. വെൽഫെയർ പാർട്ടി എരുമപ്പെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ പ്രതിരോധ സംഗമം സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അസീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. അഷ്റഫ് മങ്ങാട്, സുലേഖ അസീസ്, ഹസൻ ചിറ്റണ്ട, KK ജാബിർ, കാസിം മുട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് വൈലത്തൂർ ALP സ്കൂളിൽ ഹെഡ്മാസ്റ്റർ V ജിയോ ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. രാഷ്ട്രപിതാവിന്റെ ചിത്രത്തിൽ പൂക്കളർപ്പിച്ചും പ്രാർത്ഥിച്ചും കുരുന്നുകൾ ഗാന്ധി സ്മരണയിൽ കണ്ണികളായി. കുട്ടികൾ തയ്യാറാക്കിയ ഗാന്ധി ചിത്രങ്ങളുടെ പ്രദർശനവും ഗാന്ധി സൂക്തങ്ങളുടെ അവതരണവും ക്വിസും സംഘടിപ്പിച്ചിരുന്നു. പരിപാടികൾക്ക് അധ്യാപകരായ AACC വിൻസി ജോസ്, ഫ്ലെമി C പ്രസാദ്, ജോളി ജോസ്, CG മിനി, MK റീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ DYFAയുടെ നേതൃത്വത്തിൽ ഈശ്വർ അല്ലാ തേരെ നാം എന്ന പേരിൽ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ജില്ലയിലെ 2275 യൂണിറ്റ് കേന്ദ്രങ്ങളിലാണ് അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. കേച്ചേരി മേഖലയിലെ 13 യൂണിറ്റ് കേന്ദ്രങ്ങളിലാണ് അനുസ്മരണ ചടങ്ങ് നടന്നത്. മഴുവഞ്ചേരി EMS നഗറിൽ നടന്ന അനുസ്മരണ ചടങ്ങ് CPM ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. മറ്റു മേഖലാ കമ്മിറ്റിയിൽ 9 യൂണിറ്റ് കേന്ദ്രങ്ങളിലും അനുസ്മരണം നടത്തി. DYFA ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ആട്ടയൂരിലും ജില്ലാ കമ്മിറ്റി അംഗം മഹിമ സതീഷ് മറ്റം വെസ്റ്റ് യൂണിറ്റിലും അനുസ്മരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി മേഖലയിലെ 10 യൂണിറ്റുകളിൽ ഗാന്ധി അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. കൂനമ്മൂച്ചി യൂണിറ്റിൽ ജില്ലാ കമ്മിറ്റി അംഗം KA സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ മേഖലാ കമ്മിറ്റി പരിധിയിൽ 12 യൂണിറ്റുകളിലും അനുസ്മരണം നടന്നു. വിവിധ മേഖലാ ഭാരവാഹികളായ CJ ജിതിൻ, നന്ദൻ വെട്ടുകാട്, ഹസനുൽ ബന്ന, സുവീഷ് പുല്ലാനിക്കുന്ന്, VA അരുൺ, നേഹ C കിഷോർ, KJ ജിജിൻ, VM വിനോദ്, അമൽ ആളൂർ, സച്ചിൻ പ്രകാശ്, MB സുജിത്, ഫഹദ് മുസ്തഫ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിലെ അനുസ്മരണ ചടങ്ങുകളിൽ സംബന്ധിച്ചു. അക്കിക്കാവ് മേഖല കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ദിനാചരണത്തിന് N രാധാകൃഷ്ണൻ മാസ്റ്റർ, P പ്രവീൺകുമാർ, K രാമകൃഷ്ണൻ നായർ, PM അബ്ബാസ്, അഡ്വക്കേറ്റ് K രഞ്ജിത്ത്, രേഖ ജയറാം, PA രാമകൃഷ്ണൻ, അനസ്, ഗീതാഞ്ജലി ടീച്ചർ, ശ്രീകാന്ത്, ഉഷാകുമാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഉപരിപഠനത്തിനായി സഹായ അപേക്ഷകൾ നൽകിയവരിൽ നിന്നും അർഹരായ വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് വെൽഫെയർ പാർട്ടി കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിവരുന്ന നിർധന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം പെരുമ്പിലാവ് വെൽഫെയർ പോയിന്റ് ഓഫീസിൽ കൈമാറി. വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീനിൽ നിന്നും അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT കമാലുദ്ദീൻ ഏറ്റുവാങ്ങി വിതരണോദ്ഘാടനം നടത്തി. പഞ്ചായത്ത് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് MN സലാഹുദ്ദീൻ അധ്യക്ഷനായി. ട്രഷറർ അബ്ദുൽ ഫത്താഹ്, വൈസ് പ്രിൻസിപ്പൽ TA ആരിഫ്, അധ്യാപിക ഹൈറുന്നിസ എന്നിവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 78 രൂപ. ചരമം പോർക്കുളം വേദക്കാട് മഠപ്പാട്ട് മഠത്തിലെ അമ്പിസ്വാമി എന്ന P വിശ്വനാഥ അയ്യർ നിര്യാതനായി. 88 വയസ്സായിരുന്നു. ഡോക്ടർ ലക്ഷ്മി വിശ്വനാഥൻ ഭാര്യയാണ്. ഗണേഷ് മകനാണ്. സംസ്കാരം വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 105 ഗ്രാം MDMA യും ആഡംബര ബൈക്കുകളുമായി 2 യുവാക്കൾ ചാവക്കാട് എക്സൈസിന്റെ പിടിയിലായി.
അറസ്റ്റിലായത് കോഴിക്കോട് ബാലുശ്ശേരി കോറോത്ത് വയൽ വീട്ടിൽ അമൽ ജിഹാദ്, തൃശൂർ തളിക്കുളം തമ്പാൻകടവ് നാലകത്ത് തിരുത്തിക്കാട്ടിൽ വീട്ടിൽ ആഷിഫ് എന്നിവർ. സ്കൂൾ വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ 65 വയസ്സുകാരന് ഇരട്ട ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴ ശിക്ഷയും വിധിച്ചു. മുന്നയൂർ എടക്കര ഉദയം തിരുത്തി വീട്ടിൽ കുഞ്ഞു മുഹമ്മദിനെയാണ് കുറ്റക്കാരനാണെന്ന് കണ്ട് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. ചരിത്രപ്രസിദ്ധമായ വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാടിന് നാളെ തുടക്കമാകും. കുതിരവേലയാഘോഷം ഫെബ്രുവരി 13, 14, 15, 16 തീയതികളിൽ. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടി കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് നൂൽപ്പ് നെയ്ത്ത് കേന്ദ്രത്തിലെ തൊഴിലാളികൾ. അധികൃതരുടെ അവഗണന നേരിടുന്ന കേന്ദ്രത്തിൽ ദുരിതം പേറി തൊഴിൽ ചെയ്യുന്നത് 17 വനിതകൾ. CCTV സ്പെഷ്യൽ സ്റ്റോറി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.